എറണാകുളം താന്തോണി തുരുത്തുകാട് സമരം 24 മണിക്കൂർ പിന്നിട്ടു. പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ള കുടുംബങ്ങൾ ഭക്ഷണം പാചകം ചെയ്തും രാത്രി ഏറെ വൈകിയും പ്രതിഷേധം തുടർന്നു. വീടുകളിലേക്ക് മടങ്ങിയാലും പുലർച്ചെയുണ്ടാവുന്ന വേലിയേറ്റത്തിൽ വീണ്ടും ദുരിതത്തിലാകുമെന്ന ആശങ്കയിലാണ് രാത്രിയിലും സമരം നീട്ടിയത്. വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണാനാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ താന്തോണി തുരുത്തുകാർ ജിഡ ഓഫീസ് ഉപരോധിക്കാനെത്തിയത്. ജോലി കളഞ്ഞും പഠിപ്പ് മുടക്കിയും പകല് മുഴുവൻ പ്രതിഷേധിച്ചിട്ടും അധികൃതർ ആരും ഇടപെട്ടില്ല. ഈ ഔട്ടർ ഫണ്ട് പാസ്സായിട്ട് 12 വർഷമായി. ഇതുവരെ ഒരു കല്ല് പോലും നമുക്ക് ഇട്ടിട്ടില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുവരെ അതിൻ്റെ പ്രാരംഭ നടപടികൾ പോലും അവർ ചെയ്തിട്ടില്ല. അവർ പറയുന്നത് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു അപ്രൂവലും കൂടി കിട്ടണം. അതവർ കൊടുക്കുന്നില്ലെന്നാണ് പറയണം. കളക്ടർ ഉൾപ്പെടെ നമ്മൾ ചർച്ച നടത്തിയപ്പോൾ കളക്ടർ ഉൾപ്പെടെ ഇവിടുത്തെ ദുരിതങ്ങൾ അദ്ദേഹം അവരോട് പങ്കുവച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ നിന്നുള്ള അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഔട്ടർ ബണ്ട് നിർമ്മിക്കുന്നതിൽ തീരുമാനമായാൽ മാത്രമേ ഓഫീസിന് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. തണുപ്പാണെങ്കിലും ഇവിടെ കിടന്ന് ഞങ്ങൾ ചത്താലും ഞങ്ങൾക്ക് അത് നേടിത്തരാതെ ഞങ്ങൾ പോകില്ല. അത്രയും വയ്യാതെ ഞങ്ങൾ നടക്കണത്. വയസ്സന്മാരായ എല്ലാവരും ഉണ്ട്, കുഞ്ഞുകുട്ടികൾ മുതലുണ്ട്. അതേസമയം CRZ അനുമതി ലഭിക്കാൻ ഉടൻ തന്നെ സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് ഫോണിൽ ബന്ധപ്പെട്ട മന്ത്രി P. രാജീവ് ഉറപ്പു നൽകി. എന്നാൽ വാക്കുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ട നാട്ടുകാർ മന്ത്രിയുടെ ഉറപ്പിനെയും അവഗണിച്ചാണ് രാത്രിയും ജിഡ ഓഫീസിന് മുന്നിൽ തുടർന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.